അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പുതിനയില എല്ലാം കൂടെ ഇങ്ങനെ ചതച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനത്തെ കുറച്ച് സവോള വരിക, പിന്നെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് ഓയിലിലോട്ട് പരട്ടി അങ്ങോട്ട് ഇടുക. അത് കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ ഇടിച്ച് സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ പുലാവാണ്. അപ്പോൾ സവോള ഇട്ട് നന്നായിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി വഴറ്റുക. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ടൊമാറ്റോ ഇടണം. അപ്പോൾ ഇവിടെ ഉള്ള ടൊമാറ്റോ ഒക്കെ ഞാനങ്ങോട്ട് തട്ടിപ്പൊത്താണ്. ഈസിയാണ്, ഇത് പാകിസ്ഥാനികളുടെ ഫേവറേറ്റ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്തിട്ട് ടിട്ടിട്ടിട്ടിട്ടിന്ന് വെക്കുമ്പോൾ ഇതുപോലുള്ള പരുവത്തിലെത്തും. അത് കഴിഞ്ഞ ശേഷം ഇതാണ് ചിക്കൻ. ഈ ചിക്കനിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം കൂടി തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളത് ആവുമ്പോഴത്തേനും ഞാൻ കെട്ടിയവർ ഇവിടെ വന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനൊരു ചെറിയ റൊമാൻസിന് പോയിട്ട് വരാം. അപ്പോൾ തന്നെ ഇതേ സംഭവങ്ങളൊക്കെ മൂടി വെച്ചിട്ട് ഇത് പാകത്തിനായിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് കിസ്മിസ് സംഭവങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു സ്പൂൺ നെയ്യിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഫ്രൈ ചെയ്ത് അതിൻ്റെ അകത്തോട്ട് വേഗം തട്ടിപ്പൊത്തി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇത് വേണമെങ്കിൽ ഓപ്ഷനിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം റൈസ്, അപ്പോൾ അത് ഇങ്ങനെ വെന്തുഴയാത്ത ഇങ്ങനത്തെ റൈസ് എടുക്കുക. റൈസ് എടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ കുക്കറിനകത്ത്, അതിൻ്റെ മുകളിലോട്ട് ഈ റൈസ് ഇങ്ങനെ പരത്തി നല്ല സെറ്റ് ചെയ്ത് വെക്കുക. ഇതാണ് അതിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. നോക്കിക്കേ, സെറ്റല്ലേ, നോക്കിക്കേ, കണ്ടോ നോക്കിയാൽ ചിക്കനൊക്കെ എത്ര സോഫ്റ്റാന്ന് നോക്ക്, ഇമ്മാതിരി ഇരിക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ഈസിയാണ്. എനിക്കാണെങ്കിൽ കൊതിയായിട്ട് വയ്യ. നോക്കിക്കേ ഇത് നിങ്ങൾക്ക് അടിച്ചു പറിക്കാൻ കാണും. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചമുളകോടെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുക, കടുപ്പ് കിട്ടുമ്പോൾ കിട്ടുന്നൊരു ഫീൽ, ഒരു വല്ലാത്ത ഫീലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും അടുത്തടുത്ത കൊച്ചു കൊച്ചു വീഡിയോസും കാര്യങ്ങളായിട്ട്. അപ്പം ടേക്ക് കെയർ ഓൾ, ബൈ. മറക്കല്ലേ, ട്രൈ ചെയ്യാൻ നോക്കണം. ഓക്കെ, ടേക്ക് കെയർ.